ഇക്കഴിഞ്ഞ നോമ്പ് മാസത്തിൽ കൃത്യമായി പറഞ്ഞാൽ മാർച്ച് 28-നാണ് കണ്ണൂർ കാമ്പസാർ ജുമാ മസ്ജിദിലെത്തിയ ഭിന്നശേഷിക്കാരന്റെ 1.5 ലക്ഷം രൂപയോളം അടങ്ങിയ ബാഗും മൊബൈൽ ഫോണും കവർന്നത്. മംഗലാപുരം സ്വദേശി ഇബ്രാഹിമാണ് പരാതിക്കാരൻ. റംസാൻ മാസത്തിൽ വിവിധ ആരാധനാലയങ്ങളിൽ നിന്ന് ഇബ്രാഹിമിന് സക്കാത്ത് ലഭിച്ച തുകയാണ് മോഷണം പോയത്. എച്ചൂർ മുണ്ടേരി സ്വദേശി ഉമ്മറിനെയാണ് വാളയാറിൽ വെച്ച് കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തത്. മംഗലാപുരം സ്വദേശിയുമായി സൗഹൃദ സംഭാഷണം നടത്തിയ പ്രതി കൂടുതൽ പണം കൈവശമുള്ളതായി മനസ്സിലാക്കി. തുടർന്ന് ഇരുവരും ഉറങ്ങാൻ കിടന്നപ്പോൾ പ്രതി 1,43,000 രൂപയും മൊബൈൽ ഫോണും അടങ്ങിയ ബാഗ് മോഷ്ടിച്ച് കടന്നുകളയുകയായിരുന്നു. മോഷണം നടത്തുന്ന CCTV ദൃശ്യം ലഭിച്ചതോടെയാണ് പോലീസ് ഉമ്മറിനെ തിരിച്ചറിഞ്ഞത്. കഴിഞ്ഞ നോമ്പ് കാലത്ത് സക്കാത്തും മറ്റും കിട്ടിയ പൈസയുമായിട്ട് പരാതിക്കാരനായ ഇബ്രാഹിം കണ്ണൂർ കമ്പസാറിലുള്ള പള്ളിയിൽ ഉണ്ടായിരുന്നത്. പള്ളിയിൽ താമസിക്കുമ്പം ഈ പ്രതി ഉമ്മറും അവിടെ താമസിച്ചു. അപ്പോൾ ഇബ്രാഹിമിൻ്റെ കയ്യിൽ സക്കാത്ത് കിട്ടിയ മറ്റും പണമുണ്ടെന്ന് മനസ്സിലാക്കി രാത്രി ഉറക്കുന്ന സമയത്താണ് ഇബ്രാഹിമിൻ്റെ കയ്യിലെ ബാഗുമായിട്ട് ഉമ്മർ അവിടുന്ന് രക്ഷപ്പെട്ടത്. CCTV വിഷ്വൽസ്, പള്ളിയിലെ CCTV വിഷ്വൽസിൽ ഇയാൾ പരാതിക്കാരൻ്റെ ബാഗുമായി കടന്നു പോകുന്നത് വിഷ്വൽസിലുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞങ്ങൾ നോക്കിയിട്ടാണ് പ്രതിയിലേക്ക് എത്തിയത്. മോഷണം നടത്തിയ ശേഷം സംസ്ഥാനം വിട്ട പ്രതിയെ പോലീസ് തന്ത്രപരമായ നീക്കത്തിലൂടെയാണ് പിടികൂടിയത്. പ്രതിയെ പിടികൂടിയ പോലീസ് സംഘത്തിൽ SI അനുരൂപ്, പ്രൊബേഷൻ SI വിനീത്, ഉദ്യോഗസ്ഥരായ നാസർ, റമീസ്, ബൈജു എന്നിവരുമുണ്ടായിരുന്നു. പ്രതിയെ മോഷണം നടത്തിയ പള്ളിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. സച്ചിനോടൊപ്പം മുഹമ്മദ് സൈഫുള്ള, പ്രൈം 21 കണ്ണൂർ.